Hi children, how are you? I hope you all are fine. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. എന്താണ് ആ യൂണിറ്റിൻ്റെ പേര്? എല്ലാവരും ഒന്ന് പറയൂ. Still we rise. അല്ലേ? എന്താണ് Still we rise? എന്താണ് അതിൻ്റെ മീനിങ്? ഇപ്പോഴും ഞങ്ങൾ ഉയരുന്നു എന്ന് അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സിൻഡ്രല എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലുള്ള നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എടുക്കുന്ന ആ ക്ലാസ് കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. Cinderella. Who does all the work at home? What kind of work do you do? Imagine that you have to do all the household work alone. How will it be? Or try to think of such a girl who does all domestic work without having proper food, clothing, etc. Read the story of such a girl. എന്താണ് ഈ കഥ? എങ്ങനത്തെ ഒരു കഥയാണ് അല്ലേ? നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യാറുണ്ടോ? ഏതൊക്കെ തരം ജോലിയാണ് നിങ്ങൾ ചെയ്യാറ്? നിങ്ങൾ ആ വീട്ടിലുള്ള എല്ലാ വർക്കും ചെയ്യുന്ന അല്ലേ? എല്ലാ വർക്കും ഭക്ഷണമില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ, അതായത് ശരിക്കുള്ളൊരു വസ്ത്രമില്ലാതെ ഒക്കെ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയുടെ കഥയാണ് ഈ സിൻഡ്രല എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി. The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. One day, his wife fell sick. When she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you. I will look upon you from heaven and will be with you." എന്താണ് ഇവിടെ ഈ പാരഗ്രാഫ് പറയുന്നത്? വൺസ് അപ്പോൺ എ ടൈം, ഒരു സമയത്ത് ഒരു ധനികനായിട്ടുള്ളൊരു മനുഷ്യൻ സന്തോഷത്തോടു കൂടി അവൻ്റെ ഭാര്യയുടെ കൂടെയും അവൻ്റെ മകളുടെ കൂടെയും ജീവിച്ചിരുന്നു അല്ലേ? താമസിച്ചിരുന്നു. വൺ ഡേ ഹിസ് വൈഫ് ഫെൽ സിക്ക്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്തായി? അസുഖം വന്നു അല്ലേ? അങ്ങനെ അവളുടെ എല്ലാ ഇതും അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്താ സംഭവിച്ചത്? അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ അവളുടെ മകളെ അവൾ അടുത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടി, നീ നല്ല കുട്ടിയായിട്ട് നല്ല വിനയത്തോട് കൂടിയിട്ടിരിക്കണം. നിന്നെ ദൈവം എപ്പോഴും അനുഗ്രഹിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്നും നിന്നെ ഞാൻ നോക്കിക്കോളാം. എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. And then she closed her eyes forever. The maiden went every day to her mother's grave and wept, and reminded pious and good. When winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. Soon, Cinderella's father married again. The new wife was a proud and unkind woman. എന്താ ഇവിടെ പറയുന്നത്? അവൾ എന്നേക്കുമായിട്ട് അവളുടെ കണ്ണുകൾ അടച്ചു. ആ മദറിൻ്റെ അല്ലേ, അമ്മയുടെ കുഴിമാടത്തിൽ അവളെന്നും പോയിട്ട് എന്ത് ചെയ്തു? അവൾ കണ്ണുകൾ തുടിക്കും അല്ലേ? അതായത് കണ്ണുകൾ എപ്പോഴും എന്തായിരിക്കും? അവൾ കരയും അല്ലേ? അതായത് ഭക്തിയോട് കൂടിയിട്ടും നല്ലതുമായിട്ടുള്ളത് അവളെന്ത് ചെയ്തു? അവളതൊന്നും ഓർമ്മിച്ചു. വിൻ്റർ വന്ന സമയത്ത്, വിൻ്റർ എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്? തണുപ്പ് കാലം അല്ലേ? ആ വിൻ്റർ വന്ന സമയത്ത് അവളുടെ അമ്മയുടെ കുഴിമാടത്തിൽ അല്ലേ, ആ ഒരു ഗ്രേവിൽ എന്തായി? ഫുള്ള് സ്നോ അല്ലേ? ഫുള്ള് മഞ്ഞുകട്ടകൾ എന്തായി? മഞ്ഞുകട്ടകൾ അതൊന്നാകെ എന്ത് ചെയ്തു? കവർ ചെയ്തു അല്ലേ? സൺ വരുന്ന സമയത്ത് then the sun came in the early spring and melted it away. എന്താണ്? സണ്ണ് വരുമ്പം സൂര്യൻ രാവിലെ വരുമ്പോൾ അതെന്താകും? അത് അങ്ങനെ എന്താ പറയുക, ഉരുകിപ്പോകും.
അങ്ങനെ പെട്ടെന്ന് തന്നെ സിൻഡ്രല്ലൻ്റെ അച്ഛന് മറ്റൊരു കല്യാണം കഴിച്ചു അല്ലേ. ആ പുതിയ ഭാര്യ എങ്ങനെയുള്ളതായിരുന്നു? അൺകൈൻഡ് വുമൺ ആയിരുന്നു അല്ലേ. ഒരു സ്വഭാവമില്ലാത്തൊരു സ്ത്രീ ആയിരുന്നു അല്ലേ അത്. ഒരു സ്വഭാവമില്ലാത്തൊരു സ്ത്രീ ആയിരുന്നു. The new wife brought her 2 daughters along with her, thought they were beautiful and fair in appearance. At heart, they were wicked and ugly. And then began 2 evil times for the poor girl. Is the stupid creatures to sit in the same room with us? Asked they. Those who eat food must earn it. She is nothing but a kitchen maid. They took away her pretty dresses and forced her to put on an old grey one. They also gave her wooden shoes to wear. എന്താണ് ആ അമ്മ അല്ലേ, ആ പുതിയ ഭാര്യ വന്നപ്പോൾ അവരുടെ കൂടെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള അല്ലേ, വെളുത്തിട്ടുള്ള, കാണാനൊക്കെ അവർ നല്ല ഭംഗിയുള്ള വെളുത്തിട്ടൊക്കെയാണ്. അറ്റ് ഹാർട്ട് ദേ വർ വിക്ഡ് ആൻഡ് അഗ്ലി. പക്ഷെ അവരുടെ മനസ്സെന്താണ്, ഭയങ്കര ചീത്തതും അതേപോലെ ഭയങ്കര ചീത്തതാണ് അല്ലേ. അങ്ങനെ അവർ ആൻഡ് ദെൻ ബിഗാൻ ടു എവിൽ ടൈംസ് ഫോർ പുവർ ഗേൾ. ആ പാവം പെൺകുട്ടി അവരെന്ത് ചെയ്തു, അവരിങ്ങനെ എന്ത് ചെയ്തു, അവർ മാക്സിമം എവിൽ ചെയ്യാൻ തുടങ്ങി. എന്താണ് എവിൽ എന്ന് പറഞ്ഞാൽ? തിന്മ അല്ലേ. ആ പെൺകുട്ടി നമ്മളെ സിൻഡ്രല്ലനെ അവരെന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള പെരുമാറ്റമൊക്കെയാണ് അവൾക്ക് കൊടുത്തത് അല്ലേ. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രിയേച്ചേഴ്സ് ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് അസ് ആസ്ക്ഡ് ദേ. അവർ ചോദിച്ചത് എന്താണ്, ഈ എന്താ പറയുക, സ്റ്റുപ്പിഡായിട്ടുള്ള ഈ ഒരു സാധനം ഞങ്ങളുടെ കൂടെ ഈ റൂമിൽ തന്നെ ഇരിക്കുകയാണോന്ന്. ദോസ് ഹു ഈറ്റ് ഫുഡ് മസ്റ്റ് ഏൺ ഇറ്റ്. ആരാണോ ഭക്ഷണം കഴിക്കുന്നത് അവരെന്തായാലും അത് ഏൺ ചെയ്യണം അല്ലേ. അവർ ഏൺ ചെയ്യണം, സമ്പാദിക്കണം. ഷീസ് നത്തിങ് ബട്ട് എ കിച്ചൺ മെയ്ഡ്. അവളൊന്നുമല്ല, അവളൊരു ചുക്കുമല്ല, എന്താണ്, അവളൊരു അടുക്കളക്കാരിയാണെന്ന്. ദേ ടുക്ക് അവേ ഹർ പ്രെറ്റി ഡ്രസ്സസ് ആൻഡ് ഫോഴ്സ്ഡ് ഹർ ടു പുട്ട് ഓൺ എ ഓൾഡ് ഗ്രേ വൺ. എന്താണ്, അവളുടെ ഡ്രസ്സുകളൊക്കെ, നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ എന്താ പറയുക ഒഴിവാക്കിയിട്ട് അവളെ കൊണ്ടൊരു പഴയ ഡ്രസ്സ് ഇടിപ്പിച്ചു. ഒരു ഗ്രേ വൺ കളറ് അല്ലേ, ഒരു ഗ്രേ കളറ് ഒരു പഴയ ഡ്രസ്സ് ഇടിപ്പിച്ചു. ദേ ഓൾസോ ഗേവ് ഹർ വുഡൻ ഷൂസ് ടു വിയർ. അവൾക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയൊരു എന്താ പറയുക, വുഡൻ, ഒരു മരത്തിൻ്റെ ചെരുപ്പും കൊടുത്തു. ദ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ലോഫ്ഡ് അറ്റ് ഹർ ആൻഡ് സെൻഡ് ഹർ ടു ദി കിച്ചൺ. ആ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അല്ലേ, ആ സഹോദരിമാർ ചിരിച്ചുകൊണ്ട് അവളെ എവിടേക്കാണ് പറഞ്ഞയച്ചത്, അടുക്കളയിലോട്ട് പറഞ്ഞയച്ചു. ദർ ഷി വാസ് മെയ്ഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടർ, മേക്ക് ദ ഫയർ, കുക്ക് ആൻഡ് വാഷ്. എന്താ പറയുന്നത്, അവൾ രാവിലെ എണീച്ചിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ജോലികൾ അവൾ ചെയ്തു അല്ലേ. കഠിനമായിട്ടുള്ള ജോലികൾ അവൾ ചെയ്തു. രാവിലെ എണീക്കും, എന്നിട്ട് എന്താണ്, വെള്ളം കോരണം, അതേപോലെ എന്താ പറയുക, വിറകുകൾ ഉണ്ടാക്കണം, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കണം, കുക്ക് ചെയ്യണം, പിന്നെ എന്താണ്, കഴുകണം അല്ലേ, വാഷ് ചെയ്യണം അല്ലേ, ഡ്രസ്സ് ഇതൊക്കെ വാഷ് ചെയ്യണം. ഇൻ ദ ഈവനിങ്സ് ഷി വാസ് ക്വൈറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. എന്താ പറയുക, വൈകുന്നേരം അവൾ എന്തായി, ഭയങ്കര ടയേർഡായി അല്ലേ. ആ ഒരു ദിവസത്തെ ഹെവി വർക്ക് കാരണം അവൾ എന്തായി, ടയേർഡായി. ആസ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ, ഷീ ഹാഡ് ടു റെസ്റ്റ് ഓൺ ഹാർത്ത് അമംഗ് ദ സിൻഡേഴ്സ്. എന്താണ്, അങ്ങനെ ആ സമയത്ത് അവൾ ആൻഡ് ഷീ ഹാഡ് നോ ബെഡ് ടു ലൈ അപ്പോൺ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, അവൾക്ക് കിടക്കാൻ കിടക്കകളില്ലായിരുന്നു. അതുകൊണ്ട് അവൾ എവിടെയായിരുന്നു കിടന്നിരുന്നത്, സിൻഡേഴ്സിൻ്റെ കൂടെ അല്ലേ, സിൻഡേഴ്സിൻ്റെ ചൂളയിലായിരുന്നു അവൾ കടന്നിരുന്നത്. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി ആസ് ഷീ സ്ലപ്റ്റ് ഇൻ ദ സിൻഡേഴ്സ്. എന്താണ്, അവൾ ആ ഒരു അതായത് അടുക്കളേൻ്റെ ആ ഒരു ഭാഗത്താണ് അവൾ കിടന്നിരുന്നത്. അപ്പോൾ അവൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താണ്, അതായത് അഴുക്കായിട്ട്, ഭയങ്കര എന്താ പറയുക, ഡസ്റ്റി ആയിട്ട്, ഭയങ്കര പൊടിയായിട്ട്, അതേപോലെ അഴുക്കായിട്ടായിരുന്നു അവൾ എപ്പോഴും ഉണ്ടായിരുന്നത്
എന്തുകൊണ്ടാണ്? അവൾ ആ സിൻഡേഴ്സിൻ്റെ കൂടെ കിടന്നുകൊണ്ട്. സോ ദേ നെയിംഡ് ഹർ സിൻഡ്രല്ല. അങ്ങനെയാണ് അവൾക്ക് അവരെന്ത് ചെയ്തു? സിൻഡ്രല്ല എന്ന് അവരെ വിളിച്ചു. ദ മാജിക് ബിഗിൻസ്. ഒരു മാജിക് സംഭവിക്കുകയാണ്, മാജിക് തുടങ്ങുകയാണ്. വൺ ഡേ ദ യങ് പ്രിൻസ് ഓഫ് ദ ലാൻഡ് ഇൻവൈറ്റഡ് ഓൾ ദ യങ് ഗേൾസ് ഓഫ് ദ കിങ്ഡം ടു എ ബോൾ, പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം അമംഗ്സ് ദം. എന്താണ്? യങ് ആയിട്ടുള്ള രാജകുമാരൻ. എന്താണ്? രാജകുമാരൻ അവിടുത്തെ അതായത് എല്ലാ ചെറിയ പെൺകുട്ടികളെയും ഒരു നൃത്ത വിരുന്നിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. എന്താണ് ബോൾ എന്ന് ഇവിടെ മീൻ ചെയ്യുന്നത്? നൃത്ത വിരുന്നാണ് കേട്ടോ. സിൻഡ്രല്ല പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം അമംഗ്സ് ദം. എന്താണ്? അവരുടെ ഇടയിൽ നിന്നിട്ടും പ്രിൻസസിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിൻഡ്രല്ലാസ് സിസ്റ്റേഴ്സ് were delighted on hearing this invitation. സിൻഡ്രല്ലയുടെ ആ സഹോദരിമാരെ ഈ ഒരു ക്ഷണം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായി. They selected the best gowns, they dressed their hairs, but they were not taking Cinderella with them. എന്താണ്? അവർ ഏറ്റവും നല്ല ഉടുപ്പും അതേപോലെ അവരുടെ മുടിയൊക്കെ നന്നായിട്ട് അവരെന്ത് ചെയ്തു? നന്നായി ചീകി. പക്ഷെ അവർ സിൻഡ്രല്ലനെ അവരുടെ കൂടെ കൊണ്ടുപോകുന്നില്ല. യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ, ദേ ടോൾഡ് ഹെർ. എന്താണ്? നീ ഏതെങ്കിലും ഒരു തെണ്ടികളുടെ കൂടെ നൃത്തത്തിന് പൊയ്ക്കോ എന്ന് നൃത്തത്തിന് പൊയ്ക്കോ എന്ന് ആരോട് പറയാണ്? നമ്മുടെ സിൻഡ്രല്ലനോട് അവർ പറഞ്ഞു. കോംബ് അവർ ഹെയർ, ബ്രഷ് അവർ ഷൂസ് ആൻഡ് മേക്ക് അവർ ബക്കിൾസ് ഫാസ്റ്റ്, വി ആർ ഗോയിങ് ടു ദി പ്രിൻസസ് ബോൾ. എന്താണ് പറയുന്നത്? ഞങ്ങൾ മുടി ചീക്, ഞങ്ങളുടെ ഷൂസൊക്കെ ബ്രഷ് ചെയ്യേ, പെട്ടെന്ന് കൊളുത്തുകൾ ഇട്ടുതാ, ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? രാജകുമാരൻ്റെ നൃത്ത വിരുന്നിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വെൻ ഷി ഹിയർ ദിസ്, സിൻഡ്രല്ല കുഡ് നോട്ട് ഹെൽപ്പ് ക്രൈയിങ്. എന്താണ്? ഇത് കേട്ടപ്പോൾ സിൻഡ്രല്ലക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടം വന്നു. ഫോർ ഷി ടു ലൈക്ഡ് ടു ഗോ ടു ദി പാർട്ടി. അവൾക്കും ആ പാർട്ടിയിൽ പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. ഷി ബെഗ്ഡ് ഹർ സ്റ്റെപ്പ് മദർ ടു ടേക്ക് ഹർ അലോങ്. അവളുടെ രണ്ടാനമ്മയോട് അവൾ ഭയങ്കരമായിട്ട് കേണപേക്ഷിച്ചു, കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവളോട് കേണപേക്ഷിച്ചു. വാട്ട് യു സിൻഡ്രല്ല? എന്താണ് സിൻഡ്രല്ല? ഇൻ ഓൾ യുവർ ഡസ്റ്റ് ആൻഡ് ഡേർട്ട് യു വാണ്ട് ടു ഗോ ടു ദി ബോൾ. നിൻ്റെ ഈ അഴുക്കൊക്കെ ആയിട്ട് നീ നൃത്ത വിരുന്നിന് പോകുകയാണോന്ന്? യു ഹാവ് നോ ഡ്രസ്, നോ ഷൂസ്, യു വാണ്ട് ടു ഡാൻസ്. നിനക്ക് ഡ്രസ്സില്ല, ഷൂസ് ഇല്ല, നിനക്ക് ഡാൻസ് ചെയ്യണോ? She turned her back to Cinderella and hurriedly set out with her two proud daughters. എന്താണ്? അവളുടെ സിൻഡ്രല്ലൻ്റെ അടുത്തോട്ട് ടേൺഡ് ഹർ ബാക്ക് ടു സിൻഡ്രല്ലിൻ്റെ അടുത്തോട്ട് തിരിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ രണ്ട് പ്രൗഡായിട്ട് അവളുടെ മക്കളെ അവൾ സെറ്റ് ചെയ്ത് കൊടുത്തു. വെൻ സിൻഡ്രല്ല ലോസ്റ്റ് സൈറ്റ് ഓഫ് ദം ഷി ഫെൽറ്റ് വെരി സാഡ്. എന്താണ്? അവർ എന്താ പറയുക, പോയി അല്ലേ? അപ്പോൾ ഈ സിൻഡ്രല്ലക്ക് എന്തായി? അത് ഭയങ്കരമായിട്ട് സങ്കടമായി. ഷീ തോട്ട് ഓഫ് ഹെർ ഓൺ മദർ. അവളുടെ സ്വന്തം അമ്മയെ അവൾ ആലോചിച്ചു. ഇഫ് മൈ മദർ ഹാഡ് ബീൻ അലൈവ് ഷീ വുഡ് ഹാവ് സെൻഡ് മീ ടു ദി ബോൾ. എന്താണ്? എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ എന്നെയും ആ നൃത്ത വിരുന്നിന് കൊണ്ടുപോകുമായിരുന്നു അല്ലേ, അയക്കുമായിരുന്നു എന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ സിൻഡ്രല്ല ചിന്തിച്ചു. സഡൻലി ഷീ ഹിയർഡ് എ വോയിസ്, യു വിൽ certainly go to the ball. I am your fairy godmother. Cinderella turned around. She saw a fairy standing in front of her. എന്താണ്? പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. നീ തീർച്ചയായിട്ടും ആ നൃത്ത വിരുന്നിന് പോകണം. ഞാൻ നിൻ്റെ ഫെയറി ഗോഡ് മദർ ആണ് അല്ലേ? എന്താണ് പറയുന്നത്? ഫെയറി ദൈവ അമ്മയാണ്. എന്താ ഫെയറി എന്ന് പറഞ്ഞാൽ മാലാഖ എന്നൊക്കെയുള്ള മീനിങ് ആണ്. എന്തായാലും പോകണം എന്ന് ആരാ പറയുന്നത്? ഈ ഫെയറി ഗോഡ് മദർ പറയാണ്. സിൻഡ്രല്ല ചുറ്റും നോക്കി. ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. അവളുടെ മുന്നിൽ ഒരു ഫെയറി നിൽക്കുന്നത് അവൾ കണ്ടു. ഐ ആം ദ ക്യൂൻ ഓഫ് ഫെയറീസ് ഷീ സെഡ്, ഐ വിൽ സെൻഡ് യു ടു ദി ബോൾ. ഞാനാണ് ഫെയറീസിലെ ക്യൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജകുമാരിയാണ് ഞാൻ. നീ തീർച്ചയായിട്ടും ഞാൻ നിന്നെ നൃത്ത വിരുന്നിന് അയക്കാം. വെൽ സെഡ് ഹർ ഗോഡ് മദർ, ബി എ ഗുഡ് ഗേൾ ആൻഡ് ഐ വിൽ കോൺട്രീവ് ദാറ്റ് യു ഷോൾ ഗോ. എന്താണ്? വെൽ ശരി എന്നാര് പറയാണ്? ഗോഡ് മദർ പറഞ്ഞു. ബി ഗുഡ് ഗേൾ ആൻഡ് ഐ വിൽ കോൺട്രീവ് ദാറ്റ് യു ഷോൾ ഗോ. നല്ല കുട്ടിയായിട്ട്. കോൺട്രീവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
തന്ത്രം അല്ലേ? അപ്പോൾ നീ നല്ല കുട്ടിയായിട്ട് നീ അവിടെ പോകണം എന്നാരാ പറയുന്നത്? ആ ഫെയറി പറയാണ്. ഐ വിൽ കോൺട്രീവ് ദാറ്റ് യു ഷോൾ ഗോ. ഞാനൊരു തന്ത്രം കാണിച്ചിട്ട് നീ എന്തായാലും പോകണം എന്ന് പറയാണ്. ഷി വെൻ വിത്ത് സിൻഡ്രല ഇൻ ടു ഹർ ചാമ്പർ ആൻഡ് ടോൾ ടു ഹർ റൺ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് ബ്രിങ് മീ എ പംകിൻ. എന്താ പറയുന്നത്? അവൾ സിൻഡ്രല്ലൻ്റെ ഷി വെൻ വിത്ത് സിൻഡ്രല ഇൻ ടു ഹർ ചാമ്പർ. സിൻഡ്രല്ലൻ്റെ ചാമ്പറിലോട്ട് പോയിട്ട് അവളോട് പറഞ്ഞു, എന്താ പറയുക, നീ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഗാർഡനിൽ ഓടിപ്പോയിട്ട് തോട്ടത്തിൽ നിന്ന് ഒരു മത്തന് കൊണ്ടുവാ. സിൻഡ്രല വെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ഗ്യാദർ ദ ഫൈനസ്റ്റ് പംകിൻ ഷീ കുഡ് ഗെറ്റ് ആൻഡ് ബ്രോട്ട് ഇറ്റ് ടു ഹർ ഗോഡ് മദർ. എന്താണ്? സിൻഡ്രല പെട്ടെന്ന് പോയിട്ട് ആ പംകിൻ പറിച്ചു കൊണ്ടുവന്നിട്ട് അവളെ ഗോഡ് മദറിന് കൊടുത്തു. ഗോഡ് മദറിന് കൊണ്ടുകൊടുത്തു. ഷീ കുഡ് നോട്ട് ഇമാജിൻ ഹൗ ദിസ് പംകിൻ കുഡ് ഹെൽപ്പ് ഹർ ടു ഗോ ടു ദി ബോൾ. എന്താണ്? അവൾക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഈ മത്തന് എങ്ങനെയാണ് അവളെ ഈ നൃത്ത വിരുന്നിന് പോകാൻ എന്താ പറയുക സഹായിക്കുക എന്നുള്ളത്. ദ ഫെയറി വേവ്ഡ് എ മാജിക് വാൻഡ് ഓവർ ദി പംകിൻ. ഫെയറി എന്ത് ചെയ്തു? ഫെയറി ഒരു മാജിക്കിൻ്റെ ഒരു ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് പംകിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചു. പംകിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മാജിക്കിൻ്റെ വടിയിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഈ മാജിക് കാണിക്കുന്നവർ ചെയ്യുന്നത്? അതേപോലെ ചെയ്തു. സഡൻലി ദ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു എ റെഡ് കോച്ച്. എന്താണ്? പെട്ടെന്ന് ഈ മത്തങ്ങ എന്തായിട്ടാണ് മാറിയത്? ഒരു റെഡ് കോച്ചായിട്ട് മാറി. എന്താണ് റെഡ് കോച്ച് എന്ന് പറഞ്ഞാൽ? റെഡ് കോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന കളറിലുള്ള കുതിരകളുടെ വണ്ടി വലിക്കുന്ന ആ ഒരു ഇതായിട്ട് മാറി. അതാണ് അവിടെ സംഭവിച്ചത്. Then the fairy said, "You will travel in this coach to the palace, but we must have horses to draw it." അപ്പം എന്താണ്? ആ ഒരു ഫെയറി പറഞ്ഞു, നീ ഈ ഒരു ഇതിൽ വേണം നീ പാലസിലോട്ട്, കൊട്ടാരത്തിലോട്ട് പോകാൻ. പക്ഷെ നമുക്ക് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ്. ഇതിൻ്റെ മുന്നിൽ എന്ത് വേണം? കുതിരകൾ വേണം. ഇപ്പം എന്താ ഉള്ളത്? കുതിരയുടെ ആ ബാക്കിലുള്ള ആ ഒരു വണ്ടിയിലായിട്ടുള്ളൂ. അപ്പം കുതിരകൾ വേണം. ദർ ഇസ് എ മൗസ് ട്രാപ്പ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് യുവർ ഹൗസ്. നിൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു എന്താ പറയുക എലിക്കണിയുണ്ട്. ബ്രിങ് ഇറ്റ് ടു മീ. സിൻഡ്രല വെൻറ്റ് ഔട്ട് ആൻഡ് ബ്രോട്ട് ദി മൗസ് ട്രാപ്പ്. ദർ വർ 6 mice in it. എന്താണ്? എന്താ പറയുക, അത് എൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവാ. സിൻഡ്രല പോയിട്ട് ആ എലിക്കണി കൊണ്ടുവന്നു. അതിലെന്തുണ്ട്? അതിൽ 6 എലികളുണ്ട് അല്ലേ? ദ ഫെയറി വാവ്ഡ് ദ മാജിക് വാൻഡ് ഓവർ ഇറ്റ് ആൻഡ് ഓൾ ദ മൈസ് വർ ടേൺഡ് ഇൻ ടു 6 white horses. എന്താ സംഭവിച്ചത്? ആ ഒരു എന്താ പറയുക ഫെയറി എന്താ പറയുക മാജിക് വാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്ത്രിക വടിയാണ് കേട്ടോ. ആ മാന്ത്രിക വടി ആ ഒരു മൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വീശിയപ്പോൾ ആ എലികൾ എന്തായി മാറി? 6 വെള്ളക്കുതിരകളായിട്ട് മാറി. Looking at the coach and the horses, the fairy said, "Now we have a coach to travel in and 6 horses to draw it, but we haven't any footman. Go again into the garden and you will find 6 lizards behind the watering pot." എന്താ പറഞ്ഞത്? എന്താ പറയുക, ആ ഒരു ചുവന്ന ആ മറ്റേ ആ കുതിര വണ്ടിയില്ലേ, ആ അതിമക്ക് നോക്കിയിട്ട് എന്താ പറയുക വണ്ടിയിലോട്ടും ആ കുതിരകളിലേക്കും നോക്കിയിട്ട് ഫെയറി പറഞ്ഞു, ഇപ്പം നമുക്ക് എന്താ പറയുക സഞ്ചരിക്കാൻ 6 കുതിരകളും വണ്ടിയും ഉണ്ട്. പക്ഷേ നമുക്ക് എന്തില്ല? ഒരു ഫുട്മാൻ ഇല്ല. ഫുട്മാൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരാൾ ഇല്ല. നീ ഒന്നും കൂടെ ഗാർഡനിൽ പോയിട്ട് അവിടെ 6 ലിസാർഡ്സ് ഉണ്ടാവും. എന്താണ് ലിസാർഡ്സ് എന്ന് പറഞ്ഞാൽ? 6 പല്ലികൾ അല്ലേ? 6 പല്ലികൾ എവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്? ഗാർഡനിൽ ഉണ്ടാവുമെന്ന് നമ്മുടെ ഫെയറി പറഞ്ഞു. ബിഹൈൻഡ് ദി വാട്ടറിങ് പോട്ട്. എന്താണ്? വെള്ളത്തിൻ്റെ പോട്ടിൻ്റെ അടുത്ത് ആ ലിസാർഡ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ? ബ്രിങ് ദം. വെൻ സിൻഡ്രല ബ്രോട്ട് ദി ലിസാർഡ്സ് ദ ഫെയറി ചേഞ്ച്ഡ് ദം ഇൻ ടു ഫുട്മാൻ. എന്താണ്? ആ ഒരു ലിസാർഡ്സിനെ പല്ലികൾ സിൻഡ്രല കൊണ്ടുവന്നപ്പം ഫെയറി അതിനെ എന്താക്കി മാറ്റി?
ഫുട്മാൻ ആയിട്ട് അല്ലേ. അവളുടെ കൂടെ ഇപ്പോൾ അവൾക്ക് വണ്ടി ആയിട്ടുണ്ട്, കുതിരകളായിട്ടുണ്ട്. അപ്പോൾ അവളെ കൂടെ കുറച്ച് ആൾക്കാർ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അവരെന്താക്കി, ആ ലിസാർഡ്സിനെ ഫുട്മാൻ ആക്കിയിട്ട് അവർ മാറ്റി. ദ ഫുട്മാൻ ബൗഡ് അറ്റ് ഹർ. എന്താണ് ഫുട്മാൻ അവളെടുത്ത്, ബൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുനിച്ചു എന്ന് അല്ലേ. ഇപ്പം അവളുടെ ആജ്ഞകൾ കേൾക്കുന്ന ആരാക്കി മാറ്റിയിട്ടുണ്ട്, ലിസാർഡ്സിനെ മാറ്റിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അവർ അവളുടെ ആജ്ഞകളെല്ലാം കേൾക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ദേ വോർ ബ്ലൂ ആൻഡ് യെല്ലോ ക്ലോത്ത്സ്. അവർ എന്താ പറയുക, നീലയും മഞ്ഞ കളറുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി ടു സീ ദം. അവരെ കണ്ടപ്പോൾ സിൻഡ്രല്ല ഭയങ്കര സന്തോഷത്തിലായി. ബട്ട് ഷീ ബിക്കെയിം സാഡ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് ഹർ ക്ലോത്ത്സ്. അവളുടെ എന്താ പറയുക, വസ്ത്രം കണ്ടപ്പോൾ അവളുടെ വസ്ത്രം കണ്ടപ്പോൾ അവൾക്ക് ആകെ എന്തായി, സങ്കടമായി. ബട്ട് ഐ കനോട്ട് ഗോ ഇൻ ദീസ് റാക്സ് ഷീ സാഡ്സ്. എന്താണ്, പക്ഷേ എനിക്ക് ഇതിലൊരിക്കലും പോവാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു, നമ്മുടെ സിൻഡ്രല്ല പറഞ്ഞു. ഐ വിൽ ഗിവ് യു എ വണ്ടർഫുൾ ക്ലോത്ത്സ് ദ ഫെയറി സെഡ്. ഞാൻ വണ്ടർഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള വസ്ത്രങ്ങൾ തരാമെന്ന് ഫെയറി പറഞ്ഞു. ദ ഫെയറി ടച്ച്ഡ് സിൻഡ്രല്ല വിത്ത് ഹർ മാജിക് വാൻഡ്. ആ മാന്ത്രിക വടി കൊണ്ട് സിൻഡ്രലേനെ ഒന്ന് തൊട്ടു. അപ്പോൾ എന്തായിട്ടുണ്ടാവും, ഹെർ റാക്സ് ചേഞ്ച്ഡ് ഇൻ ടു ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. എന്താണ്, ഭംഗിയുള്ള സിൽക്ക് ആൻഡ് ഗോൾഡ് ആയിട്ടുള്ള വസ്ത്രം അവൾക്ക് ചേഞ്ചായി അല്ലേ. വസ്ത്രം ആ ഒരു വൃത്തിയില്ലാത്ത ആ ഒരു വസ്ത്രം ചേഞ്ചായിട്ട് നല്ല സിൽക്കും ഗോൾഡൊക്കെ ഉള്ള ഒരു ഭംഗിയുള്ള വസ്ത്രമായിട്ട് അത് മാറി. there were diamonds in her hair. അവളുടെ മുടിയിൽ ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഷി wore 2 pretty glass shoes. നല്ല ഭംഗിയുള്ള, നല്ല സുന്ദരമായിട്ടുള്ള ഭംഗിയുള്ള ഷൂസ്, എന്താ പറയുക, ഗ്ലാസിൻ്റെ ഷൂസ് ധരിച്ചു. then the fairy said you can go to the ball now. അപ്പോൾ ഫെയറി പറഞ്ഞു, ഇനി നിനക്ക് നൃത്തവിരുന്നിന് പോകാം. ബട്ട് റിമെമ്പർ ദ മാജിക് എൻഡ്സ് അറ്റ് 12 o'clock. യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. എന്താണ്, എന്താ പറഞ്ഞിട്ടുള്ളത്, ആ ഫെയറി പറഞ്ഞു, എന്താ പറയുക, നിനക്ക് നീ നൃത്തവിരുന്നിന് പോകാം, പക്ഷേ മറക്കരുത് അല്ലേ, ഓർമ്മിക്കണം, ഈ മാജിക്ക് 12 മണിയാവുമ്പം കഴിയും. അതുകൊണ്ട് വീട്ടിലോട്ട് നീ അതിന് മുന്നേ തിരിച്ചു വരണം എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഫെയറി നമ്മുടെ സിൻഡ്രല്ലനോട് പറഞ്ഞു. ദ ബോൾ, നൃത്ത വിരുന്ന്. Cinderella went to the ball dressed in wonderful clothes. She rode in the red coach. 6-foot man waited on her. എന്താണ്, സിൻഡ്രല്ല എന്താ പറയുക, ആ ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് ആ നൃത്ത വിരുന്നിന് അവൾ പോയി. അവളുടെ കൂടെ ഷീ റോഡ് ഇൻ ദി റെഡ് കോച്ച്. എങ്ങനെയാണ് പോയിട്ടുള്ളത്, ആ ചുവന്ന കുതിരയുടെ വണ്ടിയിലാണ് അവൾ പോയിട്ടുള്ളത് അല്ലേ. 6 എന്താ പറയുക ആളുകൾ അവളുടെ കൂടെ അവളെ കാത്തു നിന്നു. ഇൻ ദ ബോൾ റൂം ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. എന്താണ്, ആ നൃത്ത വിരുന്ന് റൂമിൽ അവളൊരു രാജകുമാരിയെ പോലെ ഉണ്ടായിരുന്നു കാണാൻ. നത്തിങ് വാസ് ദെൻ ഹിയർഡ് ബട്ട് എ കൺഫ്യൂസ്ഡ് നോയ്സ്. ഹൗ ബ്യൂട്ടിഫുൾ ഷീസ്, ഹൗ ബ്യൂട്ടിഫുൾ ഷീസ്. എന്താണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ശബ്ദമാണ്. എന്തു ഭംഗിയാണ് അവളെ കാണാൻ, എന്തു ഭംഗിയാണ് അവളെ കാണാൻ എന്ന് ആളുകൾ പറയുന്നു. ദ പ്രിൻസ് നോട്ടീസ്ഡ് ഹർ അറ്റ് വൺസ്. ആ രാജകുമാരൻ അവളെ ഒരു വട്ടം നോക്കി. ഹി ഡാൻസ്ഡ് ഓൺലി വിത്ത് ഹർ. ആ ഒരു എന്താ പറയുക, അവളെ കൂടെ മാത്രമേ ആ പ്രിൻസ് അല്ലേ, ആ രാജകുമാരൻ ഡാൻസ് ചെയ്തിട്ടുള്ളൂ. ഹർ സിസ്റ്റേഴ്സ് വർ നൗ ജലസ് ഓഫ് ഹർ. അവളുടെ സിസ്റ്റേഴ്സിന് അവളെടുത്ത് ഭയങ്കര ജലസായി അല്ലേ, ഭയങ്കര അസൂയയായി. ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സിൻഡ്രല്ല. പക്ഷെ അവർ സിൻഡ്രല്ലേനെ അവരെന്ത് ചെയ്യില്ല, തിരിച്ചറിഞ്ഞില്ല. ഷി വെൻ്റ് ഓൺ ഡാൻസിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ദി ടൈം. എന്താണ്, സിൻഡ്രല്ല അവൾ ഡാൻസ് ചെയ്തപ്പോൾ സമയമൊക്കെ അവൾ മറന്നു. ദെൻ ദ ക്ലോക്ക് സ്റ്റാർട്ടഡ് ടു സ്ട്രൈക്ക് 12. എന്താണ്, അപ്പോൾ എന്താ പറയുക 12 മണിയായിട്ടുള്ളതിൻ്റെ ആ ഒരു മണി അടിച്ചു അല്ലേ, സമയം
പോയത് അവൾ അറിഞ്ഞില്ല അല്ലേ, ഡാൻസ് ചെയ്തപ്പോൾ അവൾ സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഷീ നൗ റിമെമ്പേർഡ് ദ വേർഡ്സ് ഓഫ് ദി ഫെയറി. ഇപ്പം അവൾ ആ ഫെയറിൻ്റെ വേർഡ്സ് ഓർമ്മിച്ചു. ഷീ ബോട്ട് ടു ദി പ്രിൻസ് ആൻഡ് റാൻ ക്വിക്ലി ഔട്ട് ഓഫ് ദി ബോൾ റൂം. എന്താണ് അവൾ രാജകുമാരനെ തല കുനിച്ചിട്ട് രാജകുമാരൻ തല കുനിച്ച അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ നൃത്ത വിരുന്ന് റൂമിൽ നിന്നും അവൾ പെട്ടെന്ന് ഓടി. അറൈവിങ് ഹോം ഷി റാൻ ടു സീക്ക് ഔട്ട് ഹെർ ഗോഡ് മദർ ടു ടെൽ എവറിത്തിങ് ദാറ്റ് ഹാഡ് ഹാപ്പൺഡ് അറ്റ് ദി ബോൾ. എന്താണ്, അവൾ വീട്ടിലെത്തിയപ്പോൾ അവൾ ഓടിച്ചെന്നിട്ട് അവളുടെ മറ്റേ അമ്മ ദൈവത്തോട് അവൾ മറ്റേ നൃത്തവിരുന്നിൻ്റെ അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ് ഷീ ഹാർട്ട്ലി വിഷ്ഡ് ഷീ കുഡ് ഗോ ടു ദി ബോൾ ദ നെക്സ്റ്റ് ഡേ ആസ് വെൽ ബിക്കോസ് ദ പ്രിൻസ് ഹാഡ് ഇൻവൈറ്റഡ് ഹെർ. എന്താണ്, ഷീ ഹാർട്ട്ലി വിഷ്ഡ് ഷീ കുഡ്, അവൾ ഭയങ്കരമായിട്ട് അവൾ ആഗ്രഹിച്ചു അടുത്ത നൃത്തവിരുന്നിനും പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം എന്താണ്, രാജകുമാരൻ അവളെ ക്ഷണിച്ചിട്ടുണ്ട്. Then her two sisters knocked at the door. Cinderella ran and opened the door. എന്താണ്, എന്നിട്ട് ആ രണ്ട് രാജകുമാരിമാരും ഡോറ് നോക്ക് ചെയ്തു അല്ലേ, ഡോറ് മുട്ടി. സിൻഡ്രല്ല ഓടിപ്പോയിട്ട് ഡോറ് തുറന്നു. You stayed such a long time, she cried, gaping, rubbing her eyes and stretching herself as if she had been sleeping. എന്താണ് നമ്മുടെ സിൻഡ്രല്ല ചെയ്തത്? സിൻഡ്രല്ല ഉറക്കത്തുനിന്ന് എണീച്ച് വരുന്നത് പോലെ കണ്ണുകളൊക്കെ തിരുമ്മി, നമ്മൾ ഒന്ന് ഉറക്കത്തുനിന്ന് എണീക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് തിരുമ്മി അതേപോലെ ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ടല്ലേ നമ്മളൊന്ന് എണീച്ച് വരിക. അതേപോലെ അവൾ എന്ത് ചെയ്തു, അവൾ ഉറങ്ങുകയായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവൾ ആ കതക് തുറന്നത് അല്ലേ. എന്നിട്ട് അവൾ എന്താ ചോദിച്ചത്, നിങ്ങൾ കുറേ നേരമായല്ലോ പോയിട്ടെന്ന് ചോദിച്ചു. ഇഫ് യു ഹാഡ് ബീൻ അറ്റ് ദി ബോൾ said one of her sisters, you would not have been tired with it. എന്താണ്, നീ ആ നൃത്തവിരുന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരാ പറയുന്നത്, അതിലുള്ള ഒരു അതിലുള്ളൊരു സഹോദരി പറയാണ്, നിനക്കൊരിക്കലും ക്ഷീണം തോന്നില്ല. The finest princess was the most beautiful that mortal eyes have ever seen. എന്താ പറയുന്നത്, അവിടെ ഒരു ഭംഗിയുള്ള ഒരു പ്രിൻസസ് അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യൻ്റെ കണ്ണുകളിൽ ഇതുവരെ കാണാത്ത ഭംഗിയുള്ള ഒരു പ്രിൻസസ് അവിടെ ഉണ്ടായിരുന്നു. സിൻഡ്രല്ല സീംഡ് വെരി ഇൻഡിഫറൻറ്റ് ടു വാട്ട് ദേ സെഡ്. അവർ പറഞ്ഞതിന് സിൻഡ്രല്ല വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടില്ല. ഇൻഡീഡ് ഷി ആസ്ക്ഡ് ദം ദ നെയിം ഓഫ് ദി പ്രിൻസസ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അവൾ അവരോട് ചോദിച്ചു ആ പ്രിൻസസിൻ്റെ പേരെന്താന്നുള്ളത് ചോദിച്ചു. ബട്ട് ദേ ടോൾഡ് ഹർ ദേ ഡിഡ് നോട്ട് നോ. പക്ഷേ അവർ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന്. സിൻഡ്രല്ല സ്മൈലിംഗ് റീപ്ലൈഡ്. സിൻഡ്രല്ല ഒരു ചിരി തിരിച്ച് കൊടുത്തു. ഷീ മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. ഹൗ ഹാപ്പി യു ഹാവ് ബീൻ. കുഡ് നോട്ട് ഐ സീ ഹർ? ആ ഡിയർ സിസ്റ്റർ, ഡു ലെൻഡ് മീ യുവർ യെല്ലോ ഡ്രസ് വിച്ച് യു വിയർ എവ്രി ഡേ. എന്താ പറയുന്നത്, എന്താണ് ഇവിടെ പറയുന്നത്, അവളെ എത്ര സുന്ദരിയായിരിക്കും അല്ലേ. ഷി മസ്റ്റ് ദെൻ ബി വെരി ബ്യൂട്ടിഫുൾ ഇൻഡീഡ്. എങ്കിൽ അവൾ അത്രക്കും സുന്ദരിയായിരിക്കും. ഹൗ ഹാപ്പി, നിങ്ങൾ എന്ത് സന്തോഷവതികളാണ് അവളെ കണ്ടതിലേ. എനിക്ക് അവളെ കാണാൻ പറ്റിയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ എന്നും ധരിക്കാറുള്ള ആ മഞ്ഞ വസ്ത്രം എനിക്കൊന്ന് തരുമോ എന്ന് ആരാ ചോദിക്കുന്നത്, നമ്മുടെ സിൻഡ്രല്ല ചോദിക്കുകയാണ്. യെസ്, ടു ബി ഷുവർ, ക്രൈഡ് ഹർ സിസ്റ്റർ. എന്താണ്, അതെ തീർച്ചയായും. ലെൻഡ് മൈ ക്ലോത്ത്സ് ടു സച്ച് എ ഡേർട്ടി സിൻഡർ വെഞ്ച് ആസ് യു ആർ. ഐ ഷുഡ് ബി സച്ച് എ ഫൂൾ. ദ എൻ്റയർ ഫാമിലി ബേഴ്സ്റ്റ് ഇൻ ടു ലോഫർ. എന്താ പറയുന്നത്, എന്താ പറയുക, ചാരത്തിൽ കിടക്കുന്ന ഒരു ജീവിയായിട്ടുള്ള നിനക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ നിനക്ക് തരേന്ന് ആര് ചോദിക്കുകയാണ്, ഈ സിൻഡ്രല്ലൻ്റെ ഒരു സിസ്റ്റർ ചോദിക്കുകയാണ് അല്ലേ. എന്നിട്ട് ആ ഒരു ഫാമിലി ഒന്നാകെ അവരെന്ത് ചെയ്തു, അവർ ചിരിച്ചു. ദ നെക്സ്റ്റ് ഡേ ദ ടു സിസ്റ്റേഴ്സ് വർ അറ്റ് ദി ബോൾ ആൻഡ് സോ വാസ് സിൻഡ്രല്ല ഡ്രസ്ഡ് ഈവൺ മോർ മാഗ്നിഫിസൻ്റ്ലി ദാൻ ബിഫോർ. എന്താണ്, അടുത്ത ദിവസം ആ രണ്ട് സിസ്റ്റേഴ്സും ആ നൃത്ത വിരുന്നിലുണ്ടായപ്പോൾ സിൻഡ്രല്ല എന്താണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അവൾ ആദ്യത്തേനേക്കാളും ഭംഗിയായിട്ട് അവൾ ഡ്രസ്സ് ചെയ്തിട്ട്
ഉണ്ടായിരുന്നു. ദ പ്രിൻസ് വാസ് ഓൾവേസ് ബൈ ഹെർ സൈഡ്. ആ രാജകുമാരൻ എപ്പോഴും അവളുടെ സൈഡാണ് ഉണ്ടാവുക. ആൻഡ് നെവർ സീസ്ഡ് ടു ഗീവ് ഹിസ് കോംപ്ലിമെൻറ്റ്സ് ആൻഡ് കൈൻഡ് വേർഡ്സ് ടു ഹർ. എന്താണ് നെവർ, എന്താ ഇവിടെ പറയുന്നത്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലേ, അവളുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടോ അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ സൈഡിൽ തന്നെ ആരുണ്ടായിരുന്നു, ആ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. Cinderella forgot about the time. She thought that it was no later than 11 when she counted the clock striking 12. എന്താണ് സിൻഡ്രല്ല എന്താ പറയുക, സമയമൊക്കെ മാറുന്നു. അവൾ വിചാരിച്ചു 11 മണി ആയിട്ടേ ഉള്ളൂ എന്ന് അവൾ വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഷീ കൗണ്ടഡ് ദ ക്ലോക്ക് സ്ട്രൈക്കിംഗ് 12. 12 മണി ക്ലോക്ക് എന്താ പറയുക ഇതായപ്പോൾ അവൾ എന്ത് ചെയ്തു, she jumped up and fled as nimble as a deer. In her hurry, she left one of her glass shoes in the ballroom. എന്താ സംഭവിച്ചത്, അവളൊരു മാനിനെ പോലെ അല്ലേ, ഒരു മാനിനെ പോലെ അവൾ ചാടിയിട്ട് അവൾ ആ ഒരു ഇതിൽ നിന്ന് പോരുകയാണ് അല്ലേ. അവളുടെ ആ തിടുക്കത്തിൽ അവളുടെ ആ ഷൂസ് ആ ഒരു നൃത്ത വിരുന്നിൻ്റെ റൂമിൽ എന്തായി, ചാടിപ്പോയി. As she reached the coach, she heard the last ding dong. Suddenly the coach became a pumpkin. എന്താണ്, ആസ് ഷീ റീച്ച്ഡ് ദി, അവൾ ആ കോച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു സൗണ്ട് കേട്ടു, ഡിങ് ഡോങ് എന്നുള്ള സൗണ്ട് കേട്ടു. പെട്ടെന്ന് തന്നെ ആ കോച്ച് എന്തായി മാറി, ഒരു പംകിനായിട്ട് മാറി, ഒരു മത്തങ്ങയായിട്ട് മാറി. ദ ഹോഴ്സ് ടേൺഡ് ഇൻ ടു മൈസ് ആൻഡ് ദ ഫുഡ് മാൻ ഇൻ ടു ഗ്രീൻ ലിസാർഡ്സ്. എന്താണ്, ആ ഒരു കുതിരകൾ തിരിച്ച് എലികളായിട്ടും ആ ഗ്രീൻ ലിസാർഡ്സ്, ആ പച്ച പല്ലികൾ എന്തായി, ആ പച്ച പല്ലികൾ അല്ല ഫുഡ് മാൻസ് പച്ച പല്ലികളായിട്ടും മാറി. ഹർ ക്ലോത്ത്സ് ബിക്കെയിം ദി ഓൾഡ് റാഗ്സ് അഗൈൻ. വീണ്ടും അവളുടെ വസ്ത്രങ്ങളൊക്കെ ആദ്യത്തെ പോലെ തന്നെ ആയി അല്ലേ, ആദ്യത്തെ പോലെ തന്നെ ആയി. ഓൺ ഹർ ഫുഡ് വാസ് അൺചേഞ്ച്ഡ്. ഷീ റീച്ച്ഡ് ഹോം ബിഫോർ ഹർ സിസ്റ്റേഴ്സ് അറൈവ്ഡ്. എന്താണ്, അവൾ വീട്ടിലോട്ട്, അവളുടെ സിസ്റ്റേഴ്സ് എത്തുന്നതിന് മുന്നേ അവൾ വീട്ടിലോട്ട് എത്തി. സോ ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് ഹർ ഗോയിങ് ടു ദി ബോൾ. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു നൃത്തവിരുന്നിന് പോകുന്നത് അവർക്കാർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ദ സെർച്ച്, എന്താണ് സെർച്ച് ചെയ്യുക. ദ പ്രിൻസ് ബിക്കെയിം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. എന്താണ്, ആ രാജകുമാരന് ഭയങ്കര സങ്കടമായി സിൻഡ്രല്ല വിട്ടുപോയതിന്. ഹിസ് സെർവൻറ്റ്സ് ബ്രോട്ട് ഹിം ദ ഗ്ലാസ് ഷൂ ദാറ്റ് സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദി റൂം. എന്താണ്, സിൻഡ്രലിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഷൂ അവൻ്റെ സെർവൻറ്റ്സ്, അവൻ്റെ എന്താ പറയുക സെർവൻറ്റ്സ് അവൻ്റെ ആ റൂമിലോട്ട് കൊണ്ടുകൊടുത്തു. ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്യൂട്ടിഫുൾ ഗേൾ ഹു ഹാഡ് ഡാൻസ്ഡ് വിത്ത് ഹിം. അവൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള ആ ഭംഗിയുള്ള പെൺകുട്ടിയെ അവന് കണ്ടെത്തണം. ദ നെക്സ്റ്റ് ഡേ ഹി സെൻഡ് മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് that the prince would visit every home to find out the lady. എന്താണ്, അടുത്ത ദിവസം അവന് എന്താ പറയുക മെസ്സഞ്ചേഴ്സ് അല്ലേ, അതായത് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും അല്ലേ, ഓരോ വീട്ടിലും അവന് എന്ത് ചെയ്തു, മെസ്സഞ്ചേഴ്സിനെ അയച്ചു അല്ലെ, മെസ്സഞ്ചേഴ്സ് ടു അനൗൺസ് ദാറ്റ് ദ പ്രിൻസ് വുഡ് വിസിറ്റ് എവറി ഹോം ടു ഫൈൻഡ് ഔട്ട് ദി ലേഡി. ആ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, അവൻ എല്ലാ വീട്ടിലേക്കും മെസ്സഞ്ചേഴ്സിനെ അയച്ചു. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. ഇതെന്ത് ചെയ്തു, അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊടുത്തു ഈ ഒരു വാർത്ത. ദ ടു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വർ വെരി ഗ്ലാഡ് ബിക്കോസ് ദേ ഹാഡ് പ്രെറ്റി ഫീറ്റ്. എന്താണ്, ആ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അതിന് കാരണം എന്താണ്, അവർക്ക് ഭംഗിയുള്ള കാൽപാദം ഉണ്ടെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് അവർ എന്ത് ചെയ്തു, അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ദേ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് വെയിറ്റഡ് ഫോർ ദി പ്രിൻസ്. അവർ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് അവർ ആ രാജകുമാരനെ വെയിറ്റ് ചെയ്തു. ബട്ട് സിൻഡ്രല്ല ഡിഡൻറ്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പക്ഷേ സിൻഡ്രല്ലയ്ക്ക് ഒരു എന്താ പറയുക നല്ലൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ്. പ്രിൻസ് എല്ലാ വീട്ടിലും വിസിറ്റ് ചെയ്തു. ഹി ഇൻവൈറ്റഡ് ഗേൾസ് ടു ട്രൈ ഓൺ ദി ഷൂ. സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദി ബോൾ റൂം. എന്താണ്, സിൻഡ്രല്ലിൻ്റെ അടുത്ത് നിന്ന് കളഞ്ഞു പോയിട്ടുള്ള ആ നൃത്ത വിരുന്നിൻ്റെ റൂമിൽ നിന്നും കളഞ്ഞു പോയിട്ടുള്ള ആ ഒരു ഷൂസായിട്ട് ആ രാജകുമാരൻ എല്ലാ ഗേൾസിൻ്റെ അടുത്തോട്ടും എന്ത് ചെയ്തു, പോയി. എന്നിട്ട്
അത് ധരിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളോട് പറഞ്ഞു. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. എല്ലാ പെൺകുട്ടികളും അത് ട്രൈ ചെയ്തു, പക്ഷെ ആർക്കും അതെന്തേയില്ല, അത് കറക്റ്റായിട്ട് ഫിറ്റ് ആയില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രലാസ് ഹോം. അങ്ങനെ അവസാനം ആ പ്രിൻസ് സിൻഡ്രലൻ്റെ വീട്ടിലെത്തി. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ വെൻ ടു ഹെർ റൂം ടു ട്രൈ ഓൺ ദി ഷൂ. എന്താണ് അതിലുള്ള മൂത്ത സ്റ്റെപ്പ് സിസ്റ്റർ റൂമിലോട്ട് പോയിട്ട് ആ ഷൂ ട്രൈ ചെയ്ത് നോക്കി. ആൻഡ് ഹർ മദർ സ്റ്റുഡ് ബൈ. അവളുടെ അമ്മ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹർ ബിഗ് ടോ ഇൻ ടു ഇറ്റ്. പക്ഷെ അവളുടെ ആ വലിയ കാലുകൾ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല. ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. ആ ഒരു ഷൂ എന്താണ്, ഭയങ്കര ചെറുതാണ്. ദെൻ ഹർ മദർ ഹാൻഡഡ് ഹർ എ നൈഫ്. എന്താണ് എന്നിട്ട് അവളുടെ അമ്മ എന്ത് ചെയ്തു, ഒരു കത്തി അവൾക്ക് കൊടുത്തു. ആൻഡ് സെഡ് കട്ട് ദ ടോ ഓഫ്. എന്താണ് ആ കാല് മുറിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മ പറഞ്ഞു. ഫോർ വെൻ യു ആർ എ ക്യൂൻ, നിനക്കൊരു ക്യൂൻ ആവണമെന്നുണ്ടെങ്കിൽ നിന്നെ കാല് മുറിക്കാൻ പറഞ്ഞു. യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. ആ ഒരു ചെരുപ്പ് നിനക്ക് കൊള്ളൂല. അപ്പോൾ നിനക്ക് ക്യൂൻ ആവണം എന്നുണ്ടെങ്കിൽ നീ ആ ഒരു കാല് മുറിക്കണം എന്ന് പറഞ്ഞു. സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടോ. അങ്ങനെ ആ പെൺകുട്ടി എന്ത് ചെയ്തു, കാല് മുറിച്ചു. സ്ക്യൂസ്ഡ് ഹർ ഫുട്ട് ഇൻ ടു ദി ഷൂ. എന്നിട്ട് അവൾ ആ ഒരു ഷൂ ഇട്ട് നോക്കി. ഷീ കൺസീൽഡ് ഹർ പെയിൻ. അവളുടെ ആ വേദനയൊക്കെ അവൾ കടിച്ചമർത്തി. ആൻഡ് വെൻ ഡൗൺ ടു ദി പ്രിൻസ്. അങ്ങനെ ആ പ്രിൻസിൻ്റെ അടുത്തോട്ട് പോയി. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഷൂ ആൻഡ് സോ ബ്ലഡ് ഫ്ലോയിങ് അണ്ടർ ഇറ്റ്. എന്താണ് പ്രിൻസ് അവളുടെ ഷൂലോട്ട് നോക്കിയപ്പോൾ എന്താ പറയുക, ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. എന്താണ് നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ എന്ന് ആരാ പറയുന്നത്, നമ്മുടെ പ്രിൻസ് പറയാണ്. ഇത് ശരിയായിട്ടുള്ള മണവാട്ടിയല്ല എന്ന് ദേഷ്യത്തോടെ ആര് പറഞ്ഞു, നമ്മുടെ രാജകുമാരൻ പറഞ്ഞു. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദി ഷൂ. മറ്റേ സിസ്റ്ററും ആ ഷൂ ട്രൈ ചെയ്തു. ഷി വെൻ ഇൻ ടു ഹെർ റൂം ടു ഡു സോ ആൻഡ് ഗോട്ട് ഹെർ ടോസ് കംഫർട്ടബ്ലി ഇൻ ബട്ട് ഹെർ ഹീൽസ് വാസ് ടു ലാർജ്. എന്താണ് പറയുന്നത്, അവളുടെ ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറി, പക്ഷേ എന്താണ് കംഫർട്ടായിട്ട് തന്നെ കയറി, പക്ഷെ അവളുടെ എന്തായി, അവളുടെ ഹീൽസ് എന്താണ് ഭയങ്കര ലാർജാണ്. ദെൻ ഹർ മദർ ഹാൻഡഡ് ഹർ ദി നൈഫ് സെയിങ് കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ വെൻ യു ആർ ദി ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. എന്താണ് സോ ദ ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹർ ഹീൽ. എന്താണ് പറയുന്നത്, ആദ്യത്തെ ആളെ പോലെ തന്നെ പറഞ്ഞു, എനിക്കൊരു രാജകുമാരി ആവണം എന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കാലിൻ്റെ ഹീൽ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു കത്തി കൊടുത്തു. ആ പെൺകുട്ടി അത് ചെയ്യുകയും ചെയ്തു അല്ലേ. സോ ദ ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹർ ഹീൽ ആൻഡ് ത്രസ്റ്റ് ഹർ ഫുട്ട് ഇൻ ടു ദി ഷൂ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഷൂ ഇട്ടിട്ട് ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഫീറ്റ് ആൻഡ് ബിക്കം മോർ ആംഗ്രി ആൻഡ് ഷൗട്ട്. എന്താണ് അങ്ങനെ ഇട്ടിട്ട് പ്രിൻസിൻ്റെ അടുത്തോട്ട് പോയി. പ്രിൻസ് അവളുടെ കാലിലോട്ട് നോക്കിയപ്പോൾ പ്രിൻസിന് എന്തായി, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു അല്ലേ, അലറി. ദർ ഈസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. ദ ഷൂ ഈസ് ടു സ്മോൾ നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. എന്താണ് അവിടെ രക്തമുണ്ട്, ഷൂവിൽ രക്തമുണ്ട്, ആ ഷൂ ഭയങ്കര ചെറുതാണ്, നിനക്കിത് കൊള്ളൂലാന്ന്, ഇത് ശരിക്കുള്ള മണവാട്ടിയല്ല എന്ന് പറഞ്ഞു. ദെൻ സിൻഡ്രല കെയിം ഫോർവാർഡ് ആൻഡ് സെഡ് ലെറ്റ് മീ ട്രൈ ഇറ്റ്. എന്താണ് സിൻഡ്രല മുന്നിലോട്ട് പോയിട്ട് പറഞ്ഞു, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഹർ സിസ്റ്റേഴ്സ് ലാഫ്ഡ് അറ്റ് ഹർ ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ ഹൗ ഡെയർ. എന്താണ് സിസ്റ്റേഴ്സ് ഇത് കേട്ടപ്പോൾ അവർ ചിരിച്ചു അല്ലേ. ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ, ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ട് ഹൗ ഡെയർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. ഹൗ ഡെയർ യു കം ഹിയർ ഇൻ ദിസ് ഡേർട്ടി റാക്സ്. എന്താണ് ഈ എന്ത് ധൈര്യത്തിലാണ് ഇനി ഈ ഒരു എന്താ പറയുക മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. യു അഗ്ലി ക്രിയേച്ചർ. എന്താണ് വൃത്തിയില്ലാത്ത ജീവി. ദേ സെഡ് അവർ പറഞ്ഞു. ബട്ട് ദ പ്രിൻസ് ആസ്ക്ഡ് ഹർ ടു ട്രൈ ദി ഷോ. എങ്ങനെ രാജകുമാരൻ അവളെടുത്ത് എന്ത് ചെയ്തു, ആ ഷോന്ന്, പക്ഷേ രാജകുമാരൻ അവളെടുത്ത് ആ ഷൂ ട്രൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഐ ഹാവ് സീൻ യു സംവർ. ഞാൻ എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ കനോട്ട് റിമെമ്പർ വേർ. പക്ഷെ എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഹീ സെഡ്. അവൻ പറഞ്ഞു, ആ രാജകുമാരൻ പറഞ്ഞു. സിൻഡ്രല പുട്ട് ഹർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റഡ് ഹർ പെർഫെക്റ്റ്ലി. എന്താണ് സിൻഡ്രല ആ ഒരു ഷൂ ഇട്ടപ്പോൾ സിൻഡ്രലക്ക് അത് കറക്റ്റായിട്ട് എന്തായി,
പെർഫെക്റ്റ് ആയിട്ട് അത് എന്തായി അത് കൊണ്ടു അല്ലേ. എവറിബഡി വാസ് അസ്റ്റോണിഷ്ഡ്. എന്താണ് എല്ലാവരും അസ്റ്റോണിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ആശ്ചര്യപ്പെട്ടു അല്ലേ. അത്ഭുതത്തോടു കൂടി എല്ലാവരും എന്തായി എല്ലാവരും അത്ഭുതപ്പെട്ടു അല്ലേ. ഷീ ദെൻ പുൾഡ് ഔട്ട് ദി അതർ ഷൂ ഫ്രം ഹർ പോക്കറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ഹർ റൈറ്റ് ഫുട്ട്. എന്താണ് മറ്റേ ഷൂ അവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു അത് ഇട്ടു അല്ലേ. അവളുടെ വലത് കാലിലിട്ടു. ജസ്റ്റ് ദെൻ ദ ഫെയറി അപ്പിയേർഡ് ആൻഡ് ടച്ച്ഡ് ഹർ വിത്ത് ഹർ മാജിക് ബാൻഡ്. എന്താണ് ഫെയറി വന്നിട്ട് അവളെ ആ ഒരു മാന്ത്രിക വടി കൊണ്ട് അവളെ തൊട്ടു. ഇൻ എ മൊമെൻറ്റ് ഹർ റാഗ്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. എന്താണ് അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറിയിട്ട് നല്ല ഭംഗിയുള്ള സിൽക്കും ഗോൾഡൊക്കെ ആയിട്ടുള്ള വസ്ത്രമായിട്ട് അതെന്തായി അത് മാറി. ദ പ്രിൻസ് ഡാൻസ്ഡ് വിത്ത് ജോയ് ആൻഡ് ക്രൈഡ്. എന്താണ് സന്തോഷത്തോടെ പ്രിൻസ് രാജകുമാരൻ സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ട് അവളുടെ കൂടെ എന്ത് ചെയ്തു ഡാൻസ് ചെയ്തു. ദിസ് ഈസ് ദ റൈറ്റ് ബ്രൈഡ്. ഇതാണ് ശരിക്കുള്ള മണവാട്ടി. ദ ഷൂസ് ആർ ഫിറ്റ് ഫോർ ഹർ. ഈ ഷൂസ് അവൾക്കാണ് ഫിറ്റ് ആയിട്ടുള്ളത്. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. അവളാണ് യഥാർത്ഥ മണവാട്ടി. ഹി സെഡ് ടു സിൻഡ്രല്ല, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി, ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്. എന്താണ് നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടി എന്ന് ആര് പറഞ്ഞു? രാജകുമാരൻ അവളെടുത്ത് പറഞ്ഞു, നീയാണ് എൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞു. ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടുക്ക് ഹർ ടു ദി പാലസ്. എന്താണ് അങ്ങനെ ആ രാജകുമാരൻ അവളെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോയി. സിൻഡ്രല്ല pardoned her sisters and took them to the palace. They lived the happily thereafter. എന്താണ് സിൻഡ്രല്ലയ്ക്ക് ഒരു പാവം തോന്നിയിട്ട് അവളുടെ പാലസിലോട്ട് അവളുടെ സിസ്റ്റേഴ്സിനെയും കൊണ്ടുപോയി. അങ്ങനെ അവിടെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു അവർ ജീവിച്ചു. അവളെല്ലാം ക്ഷമിച്ചിട്ട് അവളുടെ സഹോദരിമാരെടുത്ത് ക്ഷമിച്ചിട്ട് അവരെയും പാലസിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചു അല്ലേ. മനോഹരമായിട്ടുള്ളൊരു കഥയാണിത് അല്ലേ. നമ്മുടെ സിൻഡ്രല്ലിൻ്റെ കഥ വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത എൻ്റെ വീഡിയോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.